കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അങ്ങനെയുള്ളവൻ ഒരുവനേ ഉള്ളൂ, അവനാണ് സുബ്ഹാനല്ലാഹ് ഈ ലോകത്തിന്റെ തമ്പുരാൻ. ആ റബ്ബിനോടാണ് നമ്മൾ തേടേണ്ടത്. അല്ല പറയാണ്, ഒരു സൃഷ്ടികളോടും തേടണ്ട. ഒരു സൃഷ്ടികളോട് തേടിയാലും നിങ്ങളുടെ തേട്ടം അവര് കേൾക്കില്ല. ഇപ്പൊ നോക്കിക്കോ, ചില ആളുകളതാ ബദരീങ്ങളെ വീട്ടിൽ വെച്ച് വിളിക്കുന്നു, ചില ആളുകളതാ മമ്പറത്തെ തങ്ങളെ വീട്ടിൽ വെച്ച് വിളിക്കുന്നു, ചില ആളുകളതാ മുഹ്യദ്ദീൻ ശൈഖിനെ വിളിക്കുന്നു, ചില ആളുകളതാ റിഫായി ശൈഖിനെ വിളിക്കുന്നു. വിളിക്കുന്നവര് വിചാരിക്കുന്നത് അവര് കേൾക്കും, അവരുത്തരം ചെയ്യുമെന്നാ. പക്ഷേ ലോകത്തിന്റെ തമ്പുരാൻ പറയുകയാണ്, വിളിച്ചിട്ട് കാര്യമില്ല, അവര് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതല്ല. വലൗ സമീഉ, ഇനി കേട്ടു എന്ന് വാദിച്ചാൽ തന്നെയും മസ്തജാബൂലക്കും, അവര് നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യില്ല. എന്ത്? ഇനി കേട്ടു നിങ്ങൾ വാദിച്ചാൽ തന്നെയും അവർ നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യൂല. അപ്പൊ ഈ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യാത്ത, പ്രാർത്ഥന കേൾക്കാത്ത മുഹ്യദ്ദീൻ ശൈഖിൻ എന്തിനാ വിളിക്കുന്നത്? മമ്പറത്തെ തങ്ങൾ എന്തിനാ വിളിക്കുന്നത്? നാഗൂരിലെ, അജ്മീറിലെ, മുത്തുപേട്ടയിലെ ശൈഖന്മാരെന്തിനാ വിളിക്കുന്നത്? അവരെ വിളിച്ചിട്ട് കാര്യമില്ല, അവർ കേൾക്കൂല. കേൾക്കുന്നവനാരാ? അല്ലാഹ് മാത്രം. ആ അല്ലാഹനെയാണ് നമ്മൾ വിളിക്കേണ്ടത്. ആ റബ്ബിനോടല്ലേ നമ്മൾ തേടേണ്ടത്. ഇനി സഹോദരങ്ങളെ, നമ്മൾ പഠിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂലതാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഉറക്കിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിന്റെ ഇടയിൽ എത്രയെത്ര പ്രാർത്ഥനകളാ പഠിപ്പിച്ചു തന്നത്. സുബ്ഹാനല്ലാഹ്. ആ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് അതൊക്കെയും നമ്മൾ പ്രാവർത്തികമാക്കണം. ഉറക്കിലേക്കങ്ങ് ചെല്ലുമ്പോ ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത് എന്ന് പറഞ്ഞ് നമ്മൾ ഉറങ്ങുകയാ. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഒരു മുസ്ലിം ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. ബാത്റൂമിലേക്ക് കയറുമ്പോ അവിടെ പ്രാർത്ഥനയല്ലേ, ബാത്റൂമിൽ നിന്നിറങ്ങുമ്പം പ്രാർത്ഥനയല്ലേ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പം പ്രാർത്ഥനയല്ലേ, പള്ളിയിലേക്ക് അങ്ങ് കയറുമ്പം പ്രാർത്ഥനയല്ലേ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പം പ്രാർത്ഥനയല്ലേ. എവിടെ നോക്കിയാലും റസൂലുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. എല്ലാ പ്രാർത്ഥനകളും എങ്ങനെയാ? അല്ലാഹുമ്മ റബ്ബന, അല്ലാഹുമ്മ റബ്ബന, പടച്ചോനെ പടച്ചോനെ അല്ലാ എന്ന വിളി മാത്രമേ ഈ പ്രാർത്ഥനയുള്ളൂ. ഒരു പ്രാർത്ഥനയിലും യാ ജിബ്രീൽ, യാ മീകായിൽ എന്നൊരു പ്രാർത്ഥനയില്ല. റസൂലുള്ള നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പഠിപ്പിച്ച ഈ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഒരൊറ്റ പ്രാർത്ഥനയും ഒരു ശൈഖിനോടുള്ള പ്രാർത്ഥനയില്ല, ഒരു ബീവിയോടുമുള്ള പ്രാർത്ഥനയില്ല, ഒരു തങ്ങളോടുള്ള പ്രാർത്ഥനയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാനാണ്. അതുകൊണ്ട് ഒരു ബീവിയോടും പ്രാർത്ഥിക്കണ്ട, ഒരു തങ്ങളോടും പ്രാർത്ഥിക്കണ്ട, ഒരു ശൈഖിനോടും പ്രാർത്ഥിക്കണ്ട. എത്രത്തോളം എന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. ഇനിയോ ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആളുകളെ പറ്റി റസൂലുള്ള പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം ഏതാ? നരകത്തിലേക്ക് അള്ളാഹു പ്രവേശിപ്പിക്കുന്ന വിഭാഗത്തെ പറ്റി പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ അടുത്ത വിഭാഗം ഏതാ? അലാ ഇന്നമൻ ഖബലകും മിൻ അഹ്ലിൽ കിതാബി ഇഫ്തറഖൂ അലാ സിന്തൈനിൻ വസബഈന മില്ലാ. അതേ, ജൂതന്മാരും ക്രിസ്ത്യാനികളും 72 വിഭാഗമായി ഭിന്നിച്ചിട്ടുണ്ട്. വ ഇന്ന ആദിഹിൽ മില്ലാ, എന്നാൽ എന്റെ ഉമ്മത്തില്ലേ സതഫ്തരികു അലാ സലാസിൻ വസബഈൻ, എന്റെ മില്ലത്ത് 73 വിഭാഗമായി ഭിന്നിക്കുന്നതാണ്. സിന്താനിം വസബഊന ഫിന്നാർ, അതിൽ 72 വിഭാഗവും നരകത്തിലാ. റസൂലുള്ള പറയാ,
എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി ഭിന്നിക്കും. അതിലെ 72 നരകത്തിലാണ്. അതിലെ ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ. അവരാരാണെന്നറിയുമോ? മാ അന അലൈഹി വസുഹാബി, ഞാനും എന്റെ സ്വഹാബത്തും എന്തൊരു കാര്യമാണോ വിശ്വാസമായി സ്വീകരിച്ചത്, അത് വിശ്വാസമായി സ്വീകരിക്കുന്നവരാ. ഞാനും എന്റെ സ്വഹാബത്തും എന്താണോ ആചാരമായി സ്വീകരിച്ചത്, അതാചാരമായി സ്വീകരിക്കുന്നവരാ. ഞാനും എന്റെ സ്വഹാബത്തും എന്താണോ കർമ്മങ്ങളായി സ്വീകരിച്ചത്, അത് കർമ്മങ്ങളായി സ്വീകരിക്കുന്നവരാ. അവരാണ് സ്വർഗത്തിന്റെ ആളുകൾ. ഇനി നമ്മൾ പരിശോധിക്കുക, ആരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ? നമ്മുടെ കയ്യിൽ റസൂലുള്ള പഠിപ്പിച്ച വിശ്വാസമാണോ? നമ്മുടെ കയ്യിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആചാരമാണോ? നമ്മുടെ കയ്യിൽ റസൂലുള്ള പഠിപ്പിച്ച കർമ്മങ്ങളാണോ ഉള്ളത്? പരിശോധിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഞാൻ പറയട്ടെ, കേരളത്തിൽ ഇന്ന് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചൊല്ലുകയും ഉസ്താദുമാര് ചൊല്ലിക്കുകയും ചെയ്യുന്ന മാല മൗലൂദുകളില്ലേ, ഇത് റസൂലുള്ള പഠിപ്പിച്ചതാണോ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മാല മൗലൂദുകളുണ്ടോ? സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ മാല മൗലൂദുകളുണ്ടോ? ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കൂ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ സജീവമായ ഒരു മൗലിദാണ് കുത്തുബിയത്ത്. എന്താണ് കുത്തുബിയത്ത്? ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ആളുകൾ വീടുകളിൽ വെച്ച് ചൊല്ലുന്നൊരു ബൈത്താണ് കുത്തുബിയത്ത് ബൈത്ത്. ആരാണിത് ഉണ്ടാക്കിയതെന്നറിയുമോ? തമിഴ്നാട്ടിലെ കായൽ പട്ടണക്കാരനായ സദഖത്തുല്ലാഹിൽ കാഹിരി എന്നയാൾ 300 വർഷം മുമ്പാണ് ഉണ്ടാക്കിയത്. ഏത്? നമ്മുടെ നാട്ടിലെ സമസ്തക്കാര് വീട്ടിൽ വെച്ച് ചൊല്ലുന്ന കുത്തുബിയത്തില്ലേ, ഈ കുത്തുബിയത്ത് 300 വർഷങ്ങൾക്ക് മുമ്പ് സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന കായൽ പട്ടണത്തുകാരൻ നിർമ്മിച്ചതാ. ഇത് റസൂലുള്ള നിർമ്മിച്ചതല്ല, ഇത് സ്വഹാബത്ത് പഠിപ്പിച്ചതല്ല. ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ള പറഞ്ഞതെന്താ? നരകത്തിലേക്ക് എത്തുന്ന വിഭാഗത്തെ പറ്റി പറഞ്ഞപ്പോ, സ്വർഗത്തിലേക്ക് എത്തുന്ന വിഭാഗത്തെ പറ്റി പറഞ്ഞപ്പോ, ഏതാ സ്വർഗത്തിലെത്തുന്ന വിഭാഗം? അത് റസൂലുള്ളാന്റെ സുന്നത്ത് പിൻപറ്റുന്നവരാ, അത് സ്വഹാബത്തിന്റെ ചര്യകൾ പിൻപറ്റുന്നവരാ. ഞാൻ ചോദിക്കട്ടെ, വലിയ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന കേരളത്തിനകത്തും പുറത്തുമുള്ള സമസ്തക്കാരെ, വിനയത്തോടെ ചോദിക്കട്ടെ, കുത്തുബിയത്തിന് എന്ത് സുന്നത്തായുള്ളത്? ഏത് പാരമ്പര്യമാണ് കുത്തുബിയത്തിനുള്ളത്? കുത്തുബിയത്തിന് 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം പറയാൻ എന്റെ പ്രിയപ്പെട്ട സമസ്തക്കാരെ നിങ്ങൾക്ക് സാധിക്കുമോ? പാരമ്പര്യം നിങ്ങൾ പറഞ്ഞാൽ, അത് നിങ്ങൾ തെളിയിച്ചാൽ, ഇവിടെയുള്ള സലഫികൾ മുഴുവനും നാളെ മുതൽ കുത്തുബിയത്തോടും. 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം പറ. 300 വർഷങ്ങൾക്ക് മുമ്പല്ലേ കുത്തുബിയത്ത് ഉണ്ടാക്കിയത്. ഇത് റസൂല് പഠിപ്പിച്ചതല്ല, ഇത് സ്വഹാബത്ത് പഠിപ്പിച്ചതല്ല. എന്നാ പഠിച്ചു വെച്ചോ. ശാഫി ഇമാമിന്റെ ഉസ്താദായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന വാചകമൊന്ന് പഠിച്ചു വെക്കണം. എന്താ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്? ഇസ്ലാമിൽ ആരെങ്കിലും ഒരു പുത്തനാചാരം കൊണ്ടുവന്നു, യറാഹാ ഹസനാ, അത് ചെയ്താൽ പുണ്യം കിട്ടുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് വിശ്വസിക്കുന്നവനാ. ഇസ്ലാമിൽ ഒരാൾ പുതിയ കാര്യം കൊണ്ടുവന്നു, എന്നിട്ട് പറയാ ഇത് ചെയ്താൽ പുണ്യം കിട്ടുമെന്ന്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാൾ റസൂലുള്ള വഞ്ചകനാണെന്നാ വിശ്വസിക്കുന്നത്. കാരണം എന്താ? പുണ്യം കിട്ടുന്നൊരു കാര്യമുണ്ടായിട്ട് അള്ളാഹുവിന്റെ റസൂല് ഈ സമൂഹത്തിനെ പഠിപ്പിക്കാതെ മറച്ചുവെച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവരെന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്.
എന്നിട്ട് കാരണമായി മാലിക് ഇമാമു പറയുകയാ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തിനെ സാക്ഷി നിർത്തിയതാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുന്നു, ഞാൻ ഇന്നിതാ ഈ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഇനിയൊന്നും ഇതിൽ ചേർക്കാനില്ല, ഇനിയൊന്നും ഇതിൽ നിന്ന് കുറക്കാനില്ല, എല്ലാം പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. എന്നിട്ട് മാലിക് ഇമാമു പറയുകയാണ്, ഫമാലം യകുൻ യൗമഇദിൻ ദീനൻ ഫലാ യകൂനൽ യൗമ വലാ യകൂനൽ യൗമ ദീനാ. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ദീനല്ലാത്തതൊന്നും ഇന്ന് ദീനാകാൻ പാടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വാക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ റസൂലിന്റെ കാലത്ത് കുത്തുബിയത്തുണ്ടോ? അന്ന് കുത്തുബിയത്ത് മതമായിട്ടുണ്ടെങ്കിൽ ഇന്നും അത് മതമാണ്. അന്ന് മങ്കൂസ് മൗലിദുണ്ടോ? അന്ന് ഷറഫുല്ലനാം മൗലിദുണ്ടോ? അന്ന് ജന്മദിനാഘോഷമുണ്ടോ? അന്ന് ബർത്ത്ഡേ ആഘോഷമുണ്ടോ? അന്ന് ജയന്തി ആഘോഷമുണ്ടോ? ഒന്ന് പറയടേ, പാവപ്പെട്ട മുസ്ലിങ്ങളെ ഒന്ന് പഠിപ്പിക്കണേ. അന്നില്ലാത്തതൊന്നും ഇന്ന് വേണ്ട എന്ന് പറഞ്ഞതാരാ? മാലിക് ഇമാമല്ലേ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ടാ സലഫികൾ പറഞ്ഞത് അന്ന് കുത്തുബിയത്തില്ല, അതുകൊണ്ട് ഇന്നും കുത്തുബിയത്ത് ദീനല്ല. അന്ന് മങ്കൂസ് മൗലിദ് ദീനല്ല, അതുകൊണ്ട് ഇന്നും മങ്കൂസ് മൗലിദ് ദീനല്ല. അന്ന് മുഹ്യിദ്ദീൻ മാല ദീനല്ല, അതുകൊണ്ട് ഇന്നും മുഹ്യിദ്ദീൻ മാല ദീനല്ല. കാരണമെന്താ? മാലിക് ഇമാമു പഠിപ്പിച്ചതാണ്. ഇനി മാത്രമല്ല, എന്താ മുഹ്യിദ്ദീൻ കുത്തുബിയത്തിന്റെ പോരിശ എന്നറിയുമോ? എന്താണ് കുത്തുബിയത്തിന്റെ പോരിശ എന്നറിയുമോ? ഇത് ഇവര് തന്നെ പറയുകയാണ്. കുത്തുബിയത്ത് ബൈത്ത് പരിഭാഷയും വിശദീകരണവും പേജ് 8 ബഷീറുദ്ദീൻ ഫൈസി പറയുകയാണ്, നമ്മുടെ പള്ളികളിലും വീടുകളിലുമൊക്കെ സർവവ്യാപകമായി ചൊല്ലി വരാറുള്ള ഒന്നാണല്ലോ കുത്തുബിയത്ത് ബൈത്ത്. ശ്രേഷ്ഠവും മഹത്വവും നിറഞ്ഞ പ്രസ്തുത കാവ്യം ഉദ്ദേശ സഫലീകരണം, രോഗശമനം മുതലായ കാര്യങ്ങൾക്കായി ചൊല്ലിവരുന്നു. എന്തിനാ കുത്തുബിയത്ത് ചൊല്ലുന്നത്? ശരിക്ക് ശ്രദ്ധിക്കണം. രോഗശമനം, ഉദ്ദേശ സഫലീകരണം എന്നിവക്ക് വേണ്ടിയാ കുത്തുബിയത്ത് ചൊല്ലിയത്. ജനങ്ങളെ ഒന്ന് ചിന്തിക്ക്, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ രോഗശമനത്തിന് വേണ്ടി എന്ത് കുത്തുബിയത്താ ചൊല്ലിയത്? ഒന്ന് പറയാൻ സാധിക്കുമോ? ജനങ്ങൾക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കാൻ സാധിക്കുമോ? ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂലും സ്വഹാബികളും ഏത് കുത്തുബിയത്താ ചൊല്ലിയത്? ഇല്ല ഇല്ല, ഇത് റസൂലിന്റെ ചര്യയിൽപ്പെട്ടതല്ല, ഇത് സ്വഹാബത്തിന്റെ ജമാഅത്തിൽപ്പെട്ടതല്ല. ഇനി മാത്രമല്ല, ഈ കുത്തുബിയത്ത് ചൊല്ലാനുള്ള മര്യാദയാ രസം. കുത്തുബിയത്ത് ചൊല്ലാനുള്ള മര്യാദ എന്താ? മര്യാദ കുത്തുബിയത്ത് ചൊല്ലേണ്ട വിധം പരിഭാഷയിൽ അബ്ദുസ്സമദ് ഫൈസി പറയാണ്, വൃത്തിയുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി സുഗന്ധം ഉപയോഗിക്കുകയും ഹാജത്തിന്റെ നിസ്കാരം, എന്ത് ഹാജത്തിന്റെ നിസ്കാരം, ആ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം കുത്തുബിയത്ത് ചൊല്ലണം. അതാണ് ഇവര് പറയുന്നത്. എന്ത് കുത്തുബിയത്ത് എങ്ങനെ ചൊല്ലേണ്ടതെന്നറിയോ? ഒളു എടുത്തിട്ട് ഒളുവൊക്കെ കഴിഞ്ഞ് ഒരു 12 റക്അത്ത് നിസ്കരിക്കണം. ഇതാ പറയാണ്, കുത്തുബിയത്തിൽ പറയാ, بعد الصلاة 12 من ركعة مع الفواتح والإخلاص بالخضعاء يا غوث الأعلم عبد القادر السرعاء يا سيد حضرني يا محي الدين. ഫാത്തിഹ സൂറത്തും ഇഖ്ലാസും ഓതി വിനയത്തോടെ 12 റക്അത്ത് നിസ്കരിച്ച ശേഷം 1000 വട്ടം വിളിക്കണം. ആരെയാ വിളിക്കേണ്ടത്? യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് 1000 വട്ടം വിളിക്കണം പോലും. ഇതാര് പഠിപ്പിച്ചതാ?
ഇത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാണോ, ഇത് സ്വഹാബത്ത് പഠിപ്പിച്ചതാണോ ചിന്തിക്കേണ്ടതുണ്ട്. ഇനി മാത്രമല്ല, എങ്ങനെയാ വിളിക്കേണ്ടത്? വമയ്യുനാദിസ്മീ അൽഫം ബിഖൽവതിഹി അസ്മം ബിഹിമ്മതിഹി സുർമൽ ലിഅഫ്വതിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജലി ദഅവതിഹി ഫല്യദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീൻ. ആരെങ്കിലും എന്റെ പേര് 1000 തവണ മറ്റ് ചിന്തകളെല്ലാം ഒഴിവാക്കി ഒറ്റക്കിരുന്നുകൊണ്ട് വിളിച്ചാൽ അജബ്തുഹു മുസ്രിഅൻ മിൻ അജലി ദഅവതിഹി, അവന്റെ വിളിക്ക് ഞാൻ ഉടനെ ഉത്തരം നൽകും. സുബ്ഹാനല്ലാഹ്. ആര് പഠിപ്പിച്ചതായത്? ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചതാണോ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണോ? ഇത് സുന്നത്തിലുണ്ടോ? ഇത് ജമാഅത്തിലുണ്ടോ? വലിയ സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറയുന്നവരോട് വിനയത്തോടെ ചോദിക്കട്ടെ, സങ്കടം കൊണ്ട് ചോദിക്കുകയാ, ഇതേത് സുന്നത്തിലാ ഉള്ളത്? ഇതേത് ജമാഅത്തിലാ ഉള്ളത്? എന്നിട്ടോ തീർന്നിട്ടില്ല. എന്താ വിളിക്കേണ്ടത്? ഒറ്റക്കിരുന്ന് 1000 വട്ടം എല്ലാ ചിന്തകളും ഒഴിവാക്കി വിളിക്കണം. യാ മുഹിയദ്ദീൻ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീൻ, യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീൻ എന്ന 1000 വട്ടമെന്ന് വിളിക്കണമെന്ന് പറയുന്ന മുസ്ലിമേ, അല്ലാഹ് പറയുകയാ, നിങ്ങൾ വിളിക്കേണ്ടത് മുഹിയദ്ദീൻ ശൈഖിനെയല്ല, നിങ്ങൾ വിളിക്കേണ്ടത് റിഫായി ശൈഖിനെയല്ല, നിങ്ങൾ വിളിക്കേണ്ടത് ലോകത്തിന്റെ നേതാവിനെയല്ല, നിങ്ങളെ തൊണ്ടനാളിയേക്കാളും അടുത്തവൻ ഞാനാ, എന്നെ നിങ്ങൾ വിളിക്കണേ. വഇദാ സഅലക ഇബാദി, അതെ, എന്നെപ്പറ്റി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, എന്റെ അടിമകൾ എന്നെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ ഒന്ന് പറയടേ, അവന്റെ തൊണ്ടനാളിയേക്കാളും അടുത്തവനാണ് ഞാൻ. അതുകൊണ്ട് ഉദൂനി അസ്തജിബു ലക്കും, എന്നോട് തേടിക്കോ, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാം എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് നമ്മളെ പഠിപ്പിച്ചത്. ഇനി എന്താ കുത്തുബിയത്തിന്റെ വരികളിലുള്ളത്? കുത്തുബിയത്തിന്റെ വരികൾ എന്താ ഉള്ളത്? മുജീറ വിർലി വഹുദു ബിയദി മദാമുദദി ഖലീഫത്തല്ലാഹി ഫിനാ മുഹിയദ്ദീൻ. എന്റെ അഭിമാനം സംരക്ഷിക്കുന്നവരെ, ഐഹികവും പാരത്രികവുമായ മുസീബത്തുകളിൽ നിന്ന് എക്കാലവും അങ്ങന്റെ കൈപിടിക്കണമേ, അങ്ങന്റെ കൈപിടിച്ച് രക്ഷപ്പെടുത്തേണമേ. അതേ, മുഹിയദ്ദീൻ ശൈഖിനോട് രക്ഷപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു. ഇതൊക്കെ ആര് പഠിപ്പിച്ചതാ? ഇത് റസൂലുള്ള പഠിപ്പിച്ചതാണോ? ഇത് സ്വഹാബത്ത് പഠിപ്പിച്ചതാണോ? ഇത് റസൂലിന്റെ സുന്നത്തിലുണ്ടോ? ഇത് സ്വഹാബത്തിന്റെ ജമാഅത്തിലുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇനി പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഇവർ പോവുകയാണ്. ഇവരുടെ കുത്തുബിയത്തിന്റെ കിതാബാണിത്. ഈ കിതാബിലും പറയുന്നുണ്ട് കുത്തുബിയത്ത് എങ്ങനെയാ ചൊല്ലേണ്ടത്. കുത്തുബിയത്ത് ചൊല്ലുന്ന രൂപം പറയുന്നുണ്ട്. ഇതിലെങ്ങനെയാ പറയുന്നത് എന്നറിയുമോ? കുത്തുബിയത്ത് ചൊല്ലുന്നതിന് മുമ്പ് അവർ ഒന്നുകൊടുത്ത് 12 റക്അത്ത് നിസ്കരിക്കണം. ഇതാര് പഠിപ്പിച്ച നിസ്കാരമാ? നിസ്കാരം അല്ലാഹ്ക്കല്ലേ, അല്ലാഹ്ക്ക് വേണ്ടിയല്ലേ നിസ്കരിക്കേണ്ടത്? പ്രിയപ്പെട്ട മുസ്ലിമേ, മുഹിയദ്ദീൻ ശൈഖിന് വേണ്ടി ഒരു നിസ്കാരം ഇതാര് പഠിപ്പിച്ചു? അല്ലാഹ് പഠിപ്പിച്ചതാണോ? റസൂല് പഠിപ്പിച്ചതാണോ? ഇനി മാത്രമല്ല, കുത്തുബിയത്തിൽ എന്താ പറയുന്നത്? കുത്തുബിയത്തിന്റെ തുടക്കത്തിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരൊറ്റ പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? ഫാത്തിഹ വിളിച്ചിട്ട് എല്ലാ ഹളറത്തിലേക്കുള്ള പ്രാർത്ഥന ആരൊക്കെയായിലുള്ളത്? ഇലാ ഹളറത്തി സയ്യിദിനാ വശഫീഇനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ثم إلى أرواح الأنبياء والمرسلين والصحابة والتابعين والتابعين إلى يوم الدين ثم إلى أرواح الأولياء والشهداء والصديقين والصالحين ثم إلى أرواح ملائكة الله المقربين جبريل وميكائيل وإسرافيل ويزرائيل والحفظة والروحانيين المؤكلين بعالمي الإنس والجن وكبرائهم ورؤسائهم
മദ്ഹബു വത്തംറയാത്ത്. നോക്കണേ, ശ്രദ്ധിക്കണം, ഇതൊക്കെ ഇവരുടെ കുത്തുബിയത്ത് കിതാബിലുള്ളതാ. ജിന്നുകളുടെ പേരാ പറയുന്നത്. മലക്കുകളുടെ കുറെ പേര് പറഞ്ഞേന്. ജിന്നിനെ അവിടത്തേക്ക് ഹാജരാക്കുകയാണ്. കുത്തുബിയത്ത് നടത്തുന്ന സദസ്സിലേക്ക് എല്ലാ മലക്കുകളെയും ഹാദിറാക്കി. ഇസ്റാഫീൽ യാ ഇസ്റാഫീൽ ഹാദിറു യാ ഹാദിറു, ഇസ്രായീൽ ഹാദിറു യാ ഹാദിറു, യാ ജിബ്രീൽ ഹാദിറു യാ ഹാദിറു, മീകായിൽ ഹാദിറു യാ ഹാദിറു. എല്ലാ മലക്കുകളെയും ഹാദിറാക്കി. പിന്നെ ജിന്നുകളെ ഹാദിറാക്കുകയാ. ആരൊക്കെയാ ജിന്നുകളെന്നറിയുമോ? ജിന്നിന്റെ പേരാ അടുത്ത് വിളിക്കുന്നത്. വത്തംറയാ. ആരായി തംറയ? അടുത്ത് ശ്രദ്ധിക്കണം. وأحمر وشوغال وكشخش ليعوش يرقان وهدليات ونجلس لستوش മൈമൂൻ സൻഇക്ക് ശതൽ തസ്കൂഷ്. ഇവർക്കെന്നെ പറയാൻ കിട്ടുള്ളൂ. ഈ ജാതി ജിന്നിന്റെ പേര് വിളിച്ച് ഹാജരാക്കുന്നു. ഇതാര് പഠിപ്പിച്ചതാ പൊന്നു മുസ്ലിമേ? ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചതാണോ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണോ? സ്വഹാബത്ത് പഠിപ്പിച്ചതാണോ? വലിയ അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് പറയുമ്പോ അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ അർത്ഥം പഠിക്കണം. അഹ്ലെന്ന് പറഞ്ഞാൽ ആളുകൾ, സുന്നത്തെന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലുള്ള പഠിപ്പിച്ച കാര്യങ്ങളെ പിൻപറ്റി ജീവിക്കുന്നവർ. ജമാഅത്തെന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന്റെ ഏകാഭിപ്രായങ്ങൾ അതാ പിൻപറ്റി ജീവിക്കുന്നവരാണ്. റസൂലിനെ പിൻപറ്റി ജീവിക്കുന്നവർ, സ്വഹാബത്തിനെ പിൻപറ്റി ജീവിക്കുന്നവർ. ഞാൻ ചോദിക്കട്ടെ, കുത്തുബിയത്തിന്റെ പാരമ്പര്യം പറയാമോ? കുത്തുബിയത്തിന്റെ പാരമ്പര്യമൊന്ന് പറയാമോ? ഇനിയോ കുത്തുബിയത്തിന്റെ വരികളങ്ങ് പരിശോധിക്കുമ്പോ കുത്തുബിയത്തിലൂടെ അതാ ഹിദായത്തിനെ വരെ ചോദിക്കുന്നു. നമ്മളൊക്കെ ആരോടാ ഹിദായത്തിനെ ചോദിക്കുന്ന? അല്ലാ, എനിക്ക് ഹിദായത്ത് തരണേ. നമ്മൾ ചോദിക്കുന്നത് ആരോടാ? അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. നിസ്കരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാ, നിന്റെ ചൊവ്വായ വഴിയിലേക്ക് എന്നെ ചേർക്കണേ എന്ന് ഓരോ മുസ്ലിമും അല്ലാഹുവിനോടല്ലേ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ കുത്തുബിയത്തിന്റെ വരികളങ്ങ് പഠിക്കുമ്പോ ആ വരികളിലൂടെ തേടുകയാണ്. എന്റെ ഹൃദയത്തിനങ്ങ് കാണിച്ചു തരടേ. അങ്ങ് സഞ്ചരിച്ച വഴിയില്ലേ, അങ്ങ് സഞ്ചരിക്കുന്ന മാർഗമില്ലേ, ആ മാർഗമൊന്നെനിക്ക് കാണിച്ചു തരടേ. അള്ളയാണ് നിങ്ങൾക്കത് നൽകിയത്, നിങ്ങളാണ് അതിന്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് ആ ഹിദായത്താകുന്ന വെളിച്ചം എന്റെ ഹൃദയത്തിനും പകർന്നു തരണേ എന്ന് കുത്തുബിയത്തിലൂടെ ചോദിക്കുന്നത് ആരോടാ? മുഹിയുദ്ദീൻ ശൈഖിനോട് തേടുന്നു. ഇതൊരിക്കലും ഇസ്ലാം പഠിപ്പിച്ചതല്ല. അള്ളാന്റെ റസൂലിനോട് വരെ അള്ള പറഞ്ഞതെന്താ? പൊന്നാര നബിയോട് വരെ അള്ള പറഞ്ഞതെന്താ? ഇന്നക ലാ തുഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ് യഹ്ദീ മൻ യശാ. ലോകത്തിന്റെ നേതാവിനോട് വരെ അള്ള പറയാണ്, നബിയേ, റസൂലേ, അങ്ങേക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ അങ്ങേക്ക് കഴിയില്ല. വലാകിന്നല്ലാഹ്, പക്ഷേ അള്ളയില്ലേ, യഹ്ദീ മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവൻക്ക് അവൻ ഹിദായത്ത് കൊടുക്കുന്നു. അപ്പൊ ഹിദായത്ത് കൊടുക്കുന്നവൻ അള്ളയാ. ഹിദായത്തിനെ ചോദിക്കേണ്ടത് അള്ളാനോടാ. ഹിദായത്ത് കൊടുക്കുന്നത് മുഹ്യിദ്ദീൻ ശൈഖല്ല. അതുകൊണ്ട് മുസ്ലിമേ, ഈ തേട്ടം ശിർക്കിന്റെ തേട്ടമാണ്, ഇസ്ലാം പഠിപ്പിക്കാത്ത തേട്ടമാണ്, ബിദ്അത്തിന്റെ തേട്ടമാണ്. ഇത് തേടല്ലേ. ഇത് തേടിപ്പോയാൽ അള്ള വലിച്ച് നരകത്തിലേക്ക് നമ്മളെ ഇടും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, വീണ്ടും എന്താ പറയുന്നത്?
ونجني من لظى فيها مهالكه سلطان كل ولي محي الدين വനജ്ജിനി മിൻ ലളാ. ലളാ എന്ന് പറയുന്ന നരകമില്ലേ, ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. ആരോടാ തേടുന്നത്? മുഹ്യിദ്ദീൻ ശൈഖിനോട് തേടാണ്. മുഹ്യിദ്ദീൻ ശൈഖേ, ലളാ എന്ന് പറയുന്ന നാശത്തിന്റെ കേന്ദ്രമായ നരകമില്ലേ, ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് അള്ളാനോടല്ല തേടുന്നത് മുഹ്യിദ്ദീൻ ശൈഖിനോടാ. എന്റെ പ്രിയപ്പെട്ട പൊന്നു മുസ്ലിങ്ങളെ, ഞാനൊന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ മുഹ്യിദ്ദീൻ ശൈഖിന് കഴിയുമോ? എത്രത്തോളം ഈ ലോകത്തിന്റെ നേതാവില്ലേ, ആ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചൊല്ലാത്തവൻ പിശുക്കനാണെന്ന് പറയുന്ന റസൂലില്ലേ, ആ നേതാവ് പോലും എന്താ പറഞ്ഞത്? പ്രിയപ്പെട്ട മകളെ വിളിച്ചിട്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട മോളെ ഫാത്തിമത്ത് കിതാത്തു കബദി, എന്റെ കരളിന്റെ കഷ്ണമായ എന്റെ പൊന്നാര മോളെ, സലീനി മിമ്മാലി, ദുനിയാവിൽ എന്തു വേണമെങ്കിലും ചോദിച്ചോ. മോളോട് വാപ്പ പറയാ, മോളെ ദുനിയാവിൽ എന്ത് വേണമെങ്കിലും വാപ്പാനോട് ചോദിച്ചോ. പക്ഷേ മോളെ, നീ നിന്റെ ശരീരത്തെ നരകത്തെ തൊട്ട് കാക്കടേ എന്ന് പൊന്നാര റസൂല് പ്രിയപ്പെട്ട മകളോട് പറഞ്ഞെങ്കിൽ, മുഅ്മിനേ, അല്ലാഹുവിന്റെ റസൂലിന് പോലും ഒരാളെ സ്വന്തം നിലക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല എങ്കിൽ മുഹ്യിദ്ദീൻ ശൈഖിന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധ്യമാണോ? ഇല്ല, ഇല്ല. നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ലോകത്തിന്റെ തമ്പുരാനാണ്. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മൾ തേടേണ്ടത് ലോകത്തിന്റെ തമ്പുരാനോടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുതുബിയ്യത്ത് ചൊല്ലി നമ്മുടെ വിശ്വാസത്തിൽ ന്യൂനതകൾ കലർത്തല്ലേ, നമ്മുടെ വിശ്വാസത്തിൽ വിഷം കലർത്തല്ലേ, നമ്മുടെ ഈമാന് നമ്മൾ ശുദ്ധീകരിക്കണം. ഇനി മാത്രമല്ല, ഇവരുടെ മൗലിദിന്റെ കിതാബ് അങ്ങ് പരിശോധിക്കുമ്പോ ഇവരെന്തൊക്കെയാ മൗലിദിന്റെ കിതാബിലൂടെ പറയുന്നത്? അള്ളാനേക്കാളും വലിയ ഔലിയാക്കന്മാരെയാ ഇവർ പരിചയപ്പെടുത്തുന്നത്. ഇവരുടെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ, ഇവർ ഔലിയാക്കന്മാരുടെ കറാമത്തങ്ങ് പറഞ്ഞാൽ അള്ളാനെ താഴ്ത്തിക്കെട്ടി ഇവരുടെ ഔലിയാക്കന്മാരെ അങ്ങ് ഉയർത്തും. നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, പുതിയ മുഹ്യിദ്ദീൻ മാല എന്നൊരു മാലയുണ്ട്. ആ മാലയിൽ ഇവരുടെ മുഹ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ മഹാപണ്ഡിതനാണ് നമ്മൾ ആദരിക്കുന്നു. പക്ഷേ ഇവര് കള്ളക്കറാമത്തുണ്ടാക്കി ആ കറാമത്ത് പറഞ്ഞ് മുഹ്യിദ്ദീൻ ശൈഖിനെ പൊക്കുന്നു, അള്ളാനെ പറ്റത്താഴ്ത്തുന്നു. ഇതാ ഇവരുടെ മാലയിലെ സ്ഥിതി, ഇതാ ഇവരുടെ മൗലിദിന്റെ സ്ഥിതി. ഒന്ന് ശ്രദ്ധിക്കുക. പുതിയ മുഹ്യിദ്ദീൻ മാലയിലെ ഒരു കാര്യം ശ്രദ്ധിക്കുക. മര്യാദയുള്ള സിറിക്കൊരു കുട്ടിയെ മന്നാന നൽകി നീ അങ്ങ് മൊളിന്തോവർ, മറുപടി ലൗഹിൽ അവർക്കില്ല പിള്ളകൾ, മുറുക്കുന്നു രണ്ടു കൊടുക്കു നീ ദയ്യാനേ. ഒരാള് മൊയ്തീൻ ശൈഖിന്റെ അടുത്ത് വരികയാണ്. ആരാ വരുന്നതെന്നറിയുമോ? ഒരാള് വന്നിട്ട് പറയാണ്, ഒരു പെണ്ണ് വന്നിട്ട് മുഹ്യിദ്ദീൻ ശൈഖിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, എനിക്ക് കുട്ടിയില്ല, എനിക്കൊരു കുട്ടീനെ തരണം. എന്നിട്ട് പറയാണ്, മര്യാദയുള്ള സിറിക്കൊരു കുട്ടിയെ മന്നാന നൽകി നീ അങ്ങ് മൊളിന്തോവർ. ഉടനെ തന്നെ അള്ളാനോട് പറഞ്ഞു മുഹ്യിദ്ദീൻ ശൈഖ്, എന്റെ ഇന്ന പെണ്ണിന് കുട്ടിയില്ല, അതുകൊണ്ട് അവക്ക് കുട്ടീനെ കൊടുക്കണമെന്ന് മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞു. ഉടനെ തന്നെ അവിടെ മറുപടി എന്താ? മറുപടി ലൗഹിൽ അവർക്കില്ല പിള്ളകൾ, മുറുക്കുന്നു രണ്ടു കൊടുക്കു നീ ദയ്യാനെ. മറുപടി എന്താ? പടച്ചോൻ പറയാണ്, ആ പെണ്ണിന് ലൗഹിൽ കുട്ടികളില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് കൊടുക്കാൻ പറ്റൂല. അപ്പൊ മൊയ്തീൻ ശൈഖ് പറഞ്ഞു, എന്നാ രണ്ടു കൊടുക്ക്. ഒന്ന് കൊടുക്കാൻ പറ്റൂലെങ്കിൽ രണ്ടു കൊടുക്ക്. ഇനി അടുത്തതാണ് സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ടത്. 800 തീരും മുമ്പായി റേയോവർ MP ഞാൻ 7 കൊടുക്കാമതെന്നോവർ. 800 തീരും മുമ്പായി റേയോവൻ
MP ഞാൻ 7 കൊടുക്കാമതെന്നോവർ. അവിടെ തന്നെ മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞു 2 കൊടുക്കാൻ പറഞ്ഞു. അല്ല പറഞ്ഞു 2 കൊടുക്കൂല, അവർക്ക് ലൗഹിലില്ല, എന്നാ 3 കൊടുക്ക്. അല്ല പറഞ്ഞു 3 കൊടുക്കൂല. മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞു എന്നാ 4 കൊടുക്ക്, 4 കൊടുക്കൂല, എന്നാ 5 കൊടുക്ക്. 5 കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോ മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞു അല്ലാ എന്നാ 6 കൊടുക്ക്. 6 കൊടുക്കൂല എന്നല്ല പറഞ്ഞപ്പോ മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞു എന്നാൽ 7 കൊടുക്കൂ. 7 എത്തിയപ്പോ അള്ളാഹ്ക്ക് ബേജാറായി. അല്ല പറയാണ്, എന്താ അല്ല പറഞ്ഞത്? 8 തീരും മുമ്പായി റേയോവൻ MP ഞാൻ 7 കൊടുക്കാമതെന്നോവർ. 8 പറയുന്നതിന് മുമ്പ് എന്നാ ഞാൻ 7 കൊടുക്ക. 7 കൊടുക്കൂല എന്ന് പറഞ്ഞാൽ 8 കൊടുക്കേണ്ടി വരും. അള്ളാനെ പേടിപ്പിച്ചൊരൗലിയ. ഇതേതൗലിയ? ഇത്തരമൊരൗലിയ റസൂലുള്ളാന്റെ സുന്നത്തിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇത്തരമൊരൗലിയേ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ ജമാഅത്തില്ലേ, ആ ജമാഅത്തിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇനി അടുത്ത കറാമത്ത് എന്താ? അടുത്ത കറാമത്താണ് ശ്രദ്ധിക്കേണ്ടത്. 2-3 കറാമത്തുകൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത കറാമത്ത് എന്താ? അതാ മുഹ്യിദ്ദീൻ ശൈഖിന്റെ അടുക്കലേക്ക് ഒരാള് വരികയാണ്. അയാള് വന്നിട്ട് പറയാണ്, ഒരു പെണ്ണ് വന്നിട്ട് പറയാണ്, എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, എന്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു തരണം മുഹ്യിദ്ദീൻ ശൈഖേ എന്ന് മുഹ്യിദ്ദീൻ ശൈഖിനോട് പറഞ്ഞു. വലിയ ഒരു ഹാദിം മൗത്തായേ സംഗീതം അവരെ സൗജത്ത് വന്ന് പറഞ്ഞാരേ, എൻ ഹാദിം റൂഹന്നിൽ തരേണ എന്ന് മലക്കുൽ മൗത്തോട് പറഞ്ഞോവർ. മലക്കുൽ മൗത്തിനോട് പറഞ്ഞു, എന്റെ ഹാദിമിന്റെ റൂഹ നിങ്ങൾ പിടിച്ചാൽ നിങ്ങൾ തിരിച്ചു തരണമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ പറയാണ്, മലക്ക് പറയാൻ, തനിയൊണ്ടാരുളാൽ പൂടിത്തേതയെങ്ങനെ താരും ഞാൻ എന്ന് മലക്ക് നാവിണ്ടോവർ. അല്ല പറഞ്ഞിട്ടാ ഞാൻ ഈ മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചത്. അല്ല പറയാതെ ഈ ആത്മാവിനെ തിരിച്ചു തരൂല. നവിൽ കേട്ട് കയ്യിലാമരർ പൂടിത്തുള്ളേ തമ്പിലെ വേഗം പൂടിത്ത് പറന്നോവർ. തുറന്നിട്ട അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടെന്താ കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ. സുബ്ഹാനല്ലാഹ്. മലക്ക് ആത്മാവിനെയും പിടിച്ചു പോകുമ്പോ എന്റെ ഹാദിമിന്റെ റൂഹ് തരൂല, അല്ല പറഞ്ഞിട്ട് പിടിച്ചതാ, അതുകൊണ്ട് ഞാൻ തരൂല എന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു തരൂല എന്ന് പറഞ്ഞപ്പോ റൂഹും പിടിച്ച് അന്ന് പിടിച്ച റൂഹുമായിട്ട് ഇങ്ങനെ പോവാ. മലക്ക് ഒരൊറ്റ തട്ടിട്ട് കൊടുത്തു. തട്ടിട്ട് കൊടുക്കലും അന്ന് പിടിച്ച റൂഹ് മുഴുവനും പാറിപ്പോയി. ഉണ്ടെന്താ കൊട്ടയിൽ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത വാചകാണ് ഉണ്ടെന്താ കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ. അന്ന് പിടിച്ച റൂഹ് മുഴുവനും പാറിപ്പോയി. ഇനിയാണ് രസം. ശ്രദ്ധിക്കുക എല്ലാവരും. ആ ബോക്സിലേക്ക് സംഭാവന കൊടുക്കട്ടോ. ഈ കൊടുക്കുന്ന മാത്രമേ നമ്മളെ പരിപാടിക്ക് ഇതേ ഫണ്ടുള്ളൂ, വേറെ ഫണ്ടൊന്നുമില്ല. ഇനി അടുത്ത് ശ്രദ്ധിക്കുക. തുറന്നിട്ടത് തന്നെ ഉള്ളേ ഉയർകേളെ തുള്ളി പറപ്പിച്ച് പാറ്റി വീടുത്തോവർ. വിട്ടേതായി കണ്ട് ആസിറായിലല്ലാന്റെ ബലിമാഹദീറത്തിലെത്തി പറഞ്ഞോവർ. അപ്പോൾ മലക്കോട് അല്ലാരുളിയെ ഒന്നു കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചത് ഈ എന്റെ ഹൗസല്ലേ പൂതീപ്പോൾ ഞാനോരിൽ കൊടുപ്പാനെന്നോവർ. എന്താ പറഞ്ഞത്? അവിടെ വെച്ച് മൊയ്തീൻ ശൈഖ് പറഞ്ഞു, ആ കൊട്ടങ്ങട് തട്ടി അന്ന് പിടിച്ച റൂഹൊക്കെ പാറിപ്പോയി. നേരെ മലക്കല്ലാന്റെ അടുത്ത് ചെന്നു. അല്ലാ, മൊയ്തീൻ ശൈഖ് എന്ന് പറഞ്ഞാൽ എന്റെ കൊട്ട തട്ടിയിട്ട് ഇന്ന് പിടിച്ച റൂഹൊക്കെ തട്ടിത്തെറിപ്പിച്ചു, എന്താ ചെയ്യണ്ടേ? അപ്പൊ അല്ല ചോദിക്കുക, ആരാ നിന്നോട് റൂഹിനെ ചോദിച്ചത്? ഒരു റൂഹിനെ ചോദിച്ചത് ആരാ? എന്റെ പ്രിയപ്പെട്ട ആളല്ലേ. എന്റെ പ്രിയപ്പെട്ട ആള് ആകെ ഒരു റൂഹല്ലേ ചോദിച്ചിട്ടുള്ളൂ. ആ ഒരൊറ്റ റൂഹ് നീ കൊടുത്തിരുന്നുവെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നഷ്ടപ്പെടുമായിരുന്നു. മലക്കുകളെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ സാധ്യമാക്കുന്ന ഔലിയ, അള്ളാനെ ഭീഷണിപ്പെടുത്തുന്ന ഔലിയ, ഇതേത് സുന്നത്ത് പഠിപ്പിക്കുന്ന ഔലിയ, ഇതേത് ജമാഅത്ത് പഠിപ്പിക്കുന്ന ഔലിയ. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകണ്ട.
റസൂലിന്റെ സ്വഹാബത്തില്ലേ, സ്വഹാബത്ത് റളിയല്ലാഹു അജ്മഈൻ അവര് പഠിപ്പിച്ചതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകണ്ട. പിന്നെ സഹോദരങ്ങളെ, ഇന്ന് സലാത്താണ്, സലാത്ത് ചൊല്ലണ്ട എന്നാരും പറയുന്നില്ല. എല്ലാവരും സലാത്ത് ചൊല്ലണം. സല്ലു അലൈഹി, അല്ലാഹുവിന്റെ റസൂൽ ആയത്തോതി പഠിപ്പിക്കുകയാ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലടേ. പ്രത്യേക സമയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു സ്വലാത്തിന് വേണ്ടി ഒരു പ്രത്യേകമായ ഹൽക്ക അത് റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. സ്വലാത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു ഹൽക്ക, എന്നിട്ട് സ്വലാത്ത് ചൊല്ലി കഴിഞ്ഞു പോകുമ്പോ ഉസ്താദിന് കീശയിലേക്ക് പണമിട്ട് കൊടുക്കുന്നു, സ്വലാത്തിലേക്കൊരു ഫണ്ട്. ഇങ്ങനെ ഒരു സമ്പ്രദായം ലോകത്തിന്റെ നേതാവില്ലേ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. പിന്നെ വേറെ എന്താ? സലാത്ത് പാർസലയക്കുന്ന സമ്പ്രദായമാ. പല പള്ളികളിലും കാണാം. മദീനയിലേക്ക് സലാത്ത് പാർസലയക്കാനുണ്ടെങ്കിൽ ഉസ്താദിന്റെ കയ്യിൽ ചൊല്ലിയ സലാത്തിന്റെ എണ്ണം അതെഴുതിയ ചീട്ട് കൊടുക്കണം. അവസാനം പറയും അതിന്റെ കൂടെ 1000ന്റെ നോട്ടും വെക്കണം. അതെന്തിനാ? അതവിടെ റസൂലുള്ളാഹിക്ക് കാഴ്ചവെക്കാനാ. ഇതൊക്കെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. ഇങ്ങനെ ഒരു സലാത്ത് കൊണ്ടുപോകുന്ന സമ്പ്രദായം, സലാത്ത് പാർസലയക്കുന്ന സമ്പ്രദായം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. സ്വലാത്ത് നമ്മൾ ചൊല്ലണം. വ്യാഴാഴ്ചകളിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, വെള്ളിയാഴ്ചകളിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അതേപോലെ തന്നെ നിസ്കാരത്തിന്റെ സമയങ്ങളിൽ, ബാങ്കിന് ശേഷം, ഈ സമയങ്ങളിലൊക്കെ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. ആ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. ആ സമയങ്ങളിലൊക്കെയാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നു. എന്ത് തെളിവാതിനുള്ളത്? റസൂലുള്ളാഹിന്റെ പേരിൽ ജന്മദിനം ആഘോഷിക്കുന്നു എന്ന പേരിൽ നാട് മുഴുവനും ബ്ലോക്കാക്കിക്കൊണ്ടതാ റാലി നടത്തുന്നു, മൗലിദുകൾ നടത്തുന്നു. ഇതാരുണ്ടാക്കിയതാ? ഇത് റസൂലുള്ള പഠിപ്പിച്ചതല്ല, ഇത് സ്വഹാബത്ത് പഠിപ്പിച്ചതല്ല, ഇത് താബീങ്ങൾ പഠിപ്പിച്ചതല്ല, ഇത് തബഉ താബീങ്ങൾ പഠിപ്പിച്ചതല്ല. പിന്നെ ആര് പഠിപ്പിച്ചതാ? പിന്നെ ആര് കൊണ്ടുവന്നതാ? റസൂലുള്ളയും സഹാബത്തുമല്ലെങ്കിൽ ഇതാര് കൊണ്ടുവന്നതാ? കൃത്യമായി ശ്രദ്ധിക്കണം. മൗലിദ് കഴിക്കല് മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതാ കാണുന്നതാ. അത് ഹലബി 1 ഭാഗമിൽ നോക്കേണ്ടതാ. അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ജന്മദിനാഘോഷമില്ല, സ്വഹാബത്തിന്റെ കാലത്ത് ജന്മദിനാഘോഷമില്ല. റസൂലിന്റെ കാലത്തില്ലാത്തതൊന്നും നമുക്ക് വേണ്ട, സ്വഹാബത്ത് ചെയ്യാത്തതൊന്നും നമുക്ക് വേണ്ട. കാരണമെന്താ? സ്വഹാബത്തിന്റെ വിശ്വാസങ്ങളിൽ നിന്ന്, സ്വഹാബത്തിന്റെ ആചാരങ്ങളിൽ നിന്ന്, സ്വഹാബത്തിന്റെ കർമ്മങ്ങളിൽ നിന്ന് മാറിപ്പോയാൽ സുബ്ഹാനല്ലാഹ് നമുക്ക് നരകമാണെന്ന് അല്ലാഹു പഠിപ്പിച്ചതാ. ബഹുമാനപ്പെട്ട അഷ്റഫ് സാഹിബിന്റെ മരണം പോലെ ഒരു ദിവസം നമ്മളിലേക്കും മരണം വരും. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനിപ്പിക്കുകയാണ്. ആരെയെങ്കിലും വേദനിപ്പിക്കുന്ന വല്ല വാക്കുകളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളും ഒരു നാൾ മരണപ്പെട്ടു പോകും. നമ്മുടെ അടുക്കലേക്കും ആത്മാവിനെ പിടിക്കുന്ന മലക്ക് വരും. നമ്മുടെ ആത്മാവിനെ പിടിച്ചു പറിച്ചു കൊണ്ടുപോകുമ്പോ ഒരു സെക്കൻഡ് നമുക്ക് നീട്ടിത്തരാൻ അള്ളാനോട് നമ്മൾ പറയും. ആ സമയത്ത് അള്ളാഹ് പറയും, ഇല്ല ഇല്ല, ഒരു സെക്കൻഡ് പോലും നീട്ടിത്തരില്ല, ഒരു മിനിറ്റ് പോലും നീട്ടിത്തരില്ല. അപ്പോഴാണ് മനസ്സിന്റെ ഉള്ളിൽ ഓർമ്മ വരിക, ഈ അങ്ങാടിയിൽ നിന്നുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട
യുവാക്കളെ, ആത്മാവിനെ പിടിക്കുന്ന സമയത്ത് നമ്മൾ ഒരിറ്റ് സെക്കൻഡ് വേണ്ടി ചോദിക്കുമ്പോ ഒരിറ്റ് സെക്കൻഡ് പോലും തരാത്ത സമയം വരുമ്പോ മനസ്സിന്റെ ഉള്ളിൽ വേദനയാ, പിന്നെ ചിന്തയാ. പടച്ചവരെ, ഫലാ സ്വദ്ദക വലാ സ്വല്ലാ. അല്ലാഹ്, നിസ്കരിക്കാൻ ബാങ്ക് വിളിച്ച പള്ളി ഉണ്ടായിരുന്നു? ഇല്ല, ബാങ്ക് വിളിച്ചപ്പോ ഞാൻ പള്ളിയിൽ പോയി നിസ്കരിച്ചില്ല. അതേ, സദഖ കൊടുക്കാനുള്ള സമ്പത്ത് എന്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ ഞാൻ കൊടുത്തില്ല. വലാകിൻ കദ്ദബ വതവല്ലാ, എല്ലാത്തിനെയും കളവാക്കി. ഖുർആൻ പറയുന്ന സദസ്സുകൾ ഉണ്ടായിരുന്നു, റസൂലിന്റെ സുന്നത്തുകൾ പഠിപ്പിക്കുന്ന സദസ്സുണ്ടായിരുന്നു. ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല, ഞാനതൊന്നും പരിഗണിച്ചില്ല. സത്യം പറയുന്ന വേദികൾ ഉണ്ടായിരുന്നു, ഞാനതൊന്നും കേട്ടില്ല, ഞാനതൊന്നും പഠിച്ചില്ല എന്നു വലപിക്കുന്ന ഘട്ടമാണ് ആത്മാവിനെ പിടിക്കുന്ന ഘട്ടം. രണ്ടു കാലും ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്ന സമയമല്ലേ ആത്മാവിനെ പിടിക്കുന്ന സമയല്ലേ? നല്ല മനുഷ്യനാണെങ്കിൽ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളമൊടിക്കുന്നത് പോലെ വളരെ ലാഘവത്തിൽ അവന്റെ ആത്മാവിനെ പിടിക്കും. ഇനി സുബ്ഹാനല്ലാഹ്, ഈമാനില്ലാത്ത മനുഷ്യനാണെങ്കിൽ, കാഫിറായ മനുഷ്യനാണെങ്കിൽ, സുന്നത്ത് ജമാഅത്തിനെ കൈവിട്ടവനാണെങ്കിൽ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് നിറയെ കൊളുത്തുകളുള്ള ഒരു കമ്പി, ഒരു കൊളുത്ത് വലിച്ചെടുക്കുന്നത് പോലെ അത്രയും പ്രയാസകരമായിരിക്കും. അതാ മലക്കുൽ മൗത്ത് ആത്മാവിനെ പിടിച്ചു വലിക്കുമ്പോ ആത്മാവ് ഉള്ളിലേക്ക് ഇങ്ങനെ വലിഞ്ഞു പോകും. അല്ലാഹു പറയുകയാ, മലക്കുകളതാ മുഖത്തടിക്കുന്നു, മലക്കുകളതാ പുറത്തടിക്കുന്നു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ മരണം എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന ബോധം മുസ്ലിങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. മരണത്തിന് ശേഷം കബറില്ലേ? ആ കബറേതാ? കബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. ചിതളം പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ. അതെ, അവിടെ ചിതളല്ലേ നമ്മുടെ കൂട്ടിനുള്ളത്. കൂടെ കിടക്കാൻ നമുക്ക് ഭാര്യയുണ്ട്, കൂടെ കിടക്കാൻ നമുക്ക് മക്കളുണ്ട്, രോഗം വരുമ്പം വാപ്പയുണ്ട്, ഉമ്മയുണ്ട്. പക്ഷേ കബറുന്ന വീട്ടിൽ ചെന്നാൽ അവിടെ ചിതളുകളല്ലേ കൂട്ടിനുള്ളത്, പുഴുക്കളല്ലേ കൂട്ടിനുള്ളത്, പാമ്പുകളല്ലേ കൂട്ടിനുള്ളത്. അവിടെ നമ്മൾ ഒറ്റക്കല്ലേ, ഇരുട്ടുകൊണ്ട് പെയിന്റ് അടിച്ചതല്ലേ, കാലം മുഴുവനും കഴിച്ചു കൂട്ടേണ്ടത് അവിടെയല്ലേ ഖിയാമത്ത് നാൾ വരെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അവിടെ മലക്കുകൾ വന്ന് ചോദിക്കും, മൻ റബ്ബുക, മൻ ഇമാമുക, മാ ദീനുക. പൊന്നാര നബിയെ ചൂണ്ടി ചോദിക്കും, ആരാണ് ഇയാളെന്നറിയുമോ? പറയാൻ സാധിക്കണമെങ്കിൽ റബ്ബി അല്ലാഹ് എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ, ദീനിയൽ ഇസ്ലാം, എന്റെ മതം ഇസ്ലാമാണെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ, ഇത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഖുർആൻ പഠിക്കണം, സുന്നത്ത് പഠിക്കണം. അതിനുള്ള വേദികൾ നമ്മൾ ഒരുക്കണം. അത്തരം വേദികളിൽ ചെന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. പഠനത്തിലൂടെയല്ലാതെ ഒരു മാറ്റവും ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പഠനത്തിലൂടെ ജീവിതത്തിൽ പരിവർത്തനം സൃഷ്ടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ നാളെ പരലോകത്തിലും നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ചൊല്ലി ലോകത്തോട് വിട പറയാനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും രക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഒരുപാട് മാതാപിതാക്കൾ, അതേപോലെ തന്നെ സഹോദരിമാർ വ്യത്യസ്തമായ രോഗങ്ങളെ കൊണ്ട് ആതുരാലയങ്ങളിൽ കിടക്കുകയാണ്. അവരുടെ രോഗങ്ങൾക്കെല്ലാം അല്ലാഹു ശമനം നൽകുമാറാകട്ടെ.
ഇത്തരം രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഈ സമൂഹത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.